ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആലത്തൂർ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലിൽ ചളിയായപ്പോൾ ഞാൻ ഓടിപ്പോയി കഴുകാൻ പോയതാണ്. 10:50 ഒരു ബസ്സുണ്ട് ഇവിടെ നിന്ന്. ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾക്ക് കുറേ വഴി നടക്കാനുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഉള്ളിലേക്കാണ് താമസം. അപ്പോൾ നന്നായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഞാനും ഉണ്ണി നടന്നുകൊണ്ട് പോവാണ്. നല്ല വഴുക്കിലൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ബസ് കിട്ടുമെന്നൊന്നും അറിയില്ല. നമ്മളതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം നടന്നു പോവാണ്. അയ്യോ, എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? നല്ല സുന്ദര അടിപൊളി. അങ്ങനെ നടന്നിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഇടവഴി കഴിഞ്ഞ് നമുക്കൊരു ഓട്ടോ കിട്ടി. അപ്പോൾ നമ്മൾ അതിൽ ചാടി കയറി പോവാണ്. ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഓട്ടോ കിട്ടിയപ്പോൾ അങ്ങനെ ഓട്ടോയിൽ പോയി. ഇതാണ് നമ്മുടെ വെങ്ങന്നൂർ പാലം. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഇടിഞ്ഞിട്ടൊക്കെ പ്രശ്നമായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് വെള്ളമൊക്കെ ഇറങ്ങിയത്. അതേപോലെ തന്നെ ഈ റോഡ് അത്യാവശ്യം ഭയങ്കര മോശമാണ്. കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഭയങ്കര ബോറാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും പരക്കാട്ടാവ് പാലമില്ലാത്തതുകൊണ്ട് തന്നെ ഈ വഴിയാണ് എല്ലാവരും പോകുന്നത്. അത് കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു മുത്തശ്ശി നമ്മുടെ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നെ ഏത് ബാങ്കിൽ കൊണ്ടുവിടുമോ മകനേന്ന് ചോദിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ആ ഓട്ടോക്കാരൻ ചേട്ടനും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. നമ്മൾ ആലത്തൂർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണീനെ ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാട് പോകാമെന്ന് വിചാരിച്ചേ, പക്ഷേ ഇപ്പോൾ മഴയും നമ്മുടെ ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ തൽക്കാലം ആലത്തൂർ കാണിക്കാം, എന്നിട്ട് കുറവില്ലെങ്കിൽ പാലക്കാട് പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ നമ്മൾ ആലത്തൂർ ആശുപത്രിക്ക് വരുന്നത്. വിളിച്ചിട്ട് വന്നൊന്നുമില്ല. അപ്പം ഞാൻ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ആൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഹോട്ടലിൽ കയറിയതും ഉണ്ണിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിശന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബിരിയാണിയും ഒരു ദോശയാണ് ഓർഡർ ചെയ്തത്. ദോശ ഉണ്ണിക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഉണ്ണി പൊതുവേ ചോറ് കഴിക്കൽ അത്യാവശ്യം കുറവാണ്. അങ്ങനെയൊന്നും ചോറൊന്നും ഭയങ്കര മടി, ചോറ് കഴിക്കാൻ കരച്ചിലൊക്കെയാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു ഗൈസ്. എനിക്ക് വായിൽ വെള്ളം വന്നു. പക്ഷെ എന്ത് ചെയ്യാം, അമ്മയായിപ്പോയില്ലേ. ഈ കുട്ടിക്കൊക്കെ ചോറ് കൊടുത്തിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതുകൊണ്ടല്ല, അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് കുറച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി ചോറ് അവൾക്ക് വാരി കൊടുത്തു നോക്കി. ഈ ചോറും ബിരിയാണി അവൾ കഴിക്കും, പക്ഷെ പെട്ടെന്ന് ഛർദ്ദിക്കും. അത് കാരണം ഞാൻ പേടിച്ചിട്ട് അത്രയ്ക്ക് കൊടുത്തില്ല. പിന്നെ ഇതാ കുഞ്ഞുണ്ണി ആക്രാന്തത്തോടെ ബിരിയാണി കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ ഉണ്ണിക്ക് ദോശ പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എരിവുള്ള കാരണം അധികം ചട്നിയൊന്നും ഒഴിക്കേണ്ടെന്ന്. എന്നാലും ഒരു തുണ്ട് ഒഴിച്ചിട്ട് പിന്നെ പഞ്ചസാരയൊക്കെ വേണമെന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ പഞ്ചസാരയൊന്നും അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് ഞാൻ എരിവുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ, ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ കുഞ്ഞിന് ബിരിയാണി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ ഉണ്ണിക്ക് കൊടുക്കണമല്ലോ, അത് കാരണം ഞാൻ ഉണ്ണിക്ക് ആദ്യം കൊടുത്ത് അവളൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ആൾക്ക് ഇത്തിരി കൊടുത്തിട്ട് പിന്നെ ഞാൻ വെള്ളം കൊടുക്കും. കാരണം തുപ്പും, എന്ത് കൊടുത്താലും ആദ്യം തുപ്പലാണ് മെയിൻ. അപ്പോൾ ഞാൻ അവൾക്ക് ഒരു കഷ്ണം ദോശ കൊടുത്തതിന് ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കാന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ ഉണ്ണീൻ്റെ ദോശ കട്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് അവളുടെ ദോശ കണ്ടപ്പോൾ കൊതിയായി, കഴിക്കാനൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തിട്ട് ഇപ്പം ഞാൻ അവൾക്ക് ഇത്തിരി സാലഡ് ഒഴിച്ച് കൊടുത്താൽ കഴിക്കുമെന്ന് ടെസ്റ്റ് ചെയ്താണ്. പക്ഷേ കഴിച്ചൊന്നുമില്ല, അങ്ങനെ തുപ്പിക്കളഞ്ഞു. അപ്പം ഞാൻ പിന്നെ സാധാ ദോശ വെറുതെ എന്നെ പിച്ചു കൊടുത്തു.
അപ്പോൾ ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ബിരിയാണി കണ്ട് കിട്ടിയതുള്ള സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വേഗം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, പക്ഷെ വേഗം കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ബിരിയാണി അല്ലേ, അപ്പം മെല്ലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്വദിച്ച്. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. കാണാനും അതിൻ്റെ ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. കുഞ്ഞുണ്ണിക്ക് ഒരു ബിരിയാണി കഴിച്ചിട്ടൊന്നും വിശപ്പൊന്നും മാറിയില്ല. പക്ഷെ ഞാൻ അതിൽ നിർത്താൻ പറഞ്ഞ കാരണം അവൻ നിർത്തി. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷേക്ക് കുടിക്കാമെന്ന് കൂടി വിചാരിച്ചു. പക്ഷേ നമുക്ക് അതിനുള്ള ഗ്യാപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഓട്ടോയിൽ കയറി നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. എന്താ അച്ഛനും മോളും കൂടിയിട്ടുള്ള കുറേ കോപ്രായങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫോണിൽ എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഉണ്ണി ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴൊക്കെ നല്ല ബഹളവും ഒക്കെയാണ്. ഇപ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മുഖമൊക്കെ ഒന്ന് പോയി തുടങ്ങി. ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് കോൾസൊക്കെ വന്നുകൊണ്ട് തന്നെ ഞാൻ അതിൽ മെസ്സേജ് നോക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ബിസിയായി. പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഓട്ടോ വരും, എന്നാലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാമെന്നുള്ള രീതിയിൽ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം നമ്മൾ. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അധികം ദൂരമൊന്നുമില്ല അവിടെ നിന്ന്. ഇവിടെ കുറച്ചവിടെ അറ്റത്തായിട്ട് ഒരു കുളമൊക്കെ ഉണ്ട്. ആ തെങ്ങൊക്കെ കാണുന്ന അവിടെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം കുഞ്ഞുണ്ണി എൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ വീടും പ്രദേശത്തിനെയൊക്കെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലമൊക്കെ നല്ലതാണ്. നമുക്കിപ്പോൾ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ വല്ല ട്രാവലിങ്ങിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നടക്കണം. ബസ്സൊക്കെ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവന് വണ്ടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് വണ്ടി കേട് വന്നുകൊണ്ട് തന്നെ നമ്മൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.